വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലത്തെ 13th എപ്പിസോഡാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി 12 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ആ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ മുൻപ് ചെയ്തൊരു പ്രവൃത്തി, മുൻപ് നമ്മൾ ചെയ്ത് കഴിഞ്ഞൊരു പ്രവൃത്തി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്ന ആ പ്രവൃത്തി നമുക്ക് പറയണം. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയുക? ആ പ്രവൃത്തി എന്തുമാവാം. നമ്മൾ കളിക്കും. ഇപ്പം എനിക്ക് പറയണം ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയണം, ഞാൻ കളിക്കുകയായിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ പാചകം ചെയ്യുകയായിരുന്നു എന്ന് പറയണം. അപ്പം ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ, അതായത് ഞാൻ ചെയ്യുകയായിരുന്നു, പഠിക്കുകയായിരുന്നു, കളിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 2 ഓക്സിലറി വേർബ്സിൻ്റെ ആവശ്യമുണ്ട്. ഓക്സിലറി വേർബ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓക്സിലറി വേർബ്. മുൻപ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്ന ഒരു പ്രവൃത്തി പറയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമുള്ള 2 ഓക്സിലറി വേർബ്സ് ആണ്. അത് ഏതൊക്കെയാണ്? വാസും വേറും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അതുപോലെ തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ മുൻപ് നടന്നൊരു കാര്യം പറയാനും നമുക്ക് ഈ ഓക്സിലറി വേർബ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓക്സിലറി വേർബ്സ് കുറേ എണ്ണുണ്ട്. പക്ഷെ നമുക്കിവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടത് 2 ഓക്സിലറി വേർബ്സ് ആണ്. അത് ഏതൊക്കെയാണ്? വാസും വേറാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാസും വേറും എപ്പോഴൊക്കെ ഉപയോഗിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വാസ് എപ്പോഴും ഉപയോഗിക്കുക? അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. വാസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക പ്രവൃത്തി ചെയ്യുന്ന ആൾ, അതായത് സബ്ജക്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, ആരാണ് ക്രിയ ചെയ്യുന്നത്, വേർബ് എന്നല്ല നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ആ വേർബ് ചെയ്യുന്നത് ആരാണോ ആ ആൾ ഒരാളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വാസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രവൃത്തി ചെയ്യുന്നത് ഒരാളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാസ് ആണ്. ഇനി ഒന്നിലധികം ആൾക്കാരാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേറാണ്. മനസ്സിലായില്ലേ? പ്രവൃത്തി ചെയ്തത് ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളെന്ന് പറയുമ്പോൾ ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? പ്രവൃത്തി ചെയ്യുന്നത് അവനായിരിക്കാം, അവളായിരിക്കാം, ഞാനായിരിക്കാം, നീ ആയിരിക്കാം, അല്ലെങ്കിൽ അവരായിരിക്കാം, എന്തുമാവാം പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. ഒരാളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാസ് ആണ്. ഒന്നിലധികം പേരുണ്ടെങ്കിലോ അപ്പം നമ്മൾ യൂസ് ചെയ്യുക വേറാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, നിന്നെ കുറിച്ച് പറയുമ്പോൾ, അതായത് നീ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേറാണ്. ഇവിടെ നീ എന്ന് പറയുന്നത് ഒരാളാണെങ്കിലും ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ച് വെക്കുക. നീ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യു വരുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് വേറാണ്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് വെക്കുക. ബാക്കി ഏതൊരു സബ്ജക്റ്റും ഒരാളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാസ് ആണ്. ഒന്നിൽ കൂടുതലാണെങ്കിൽ വേറാണ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനൊരു കാര്യം കൂടിയും ഓർത്ത് വെക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനൊരു സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്, ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർബിൻ്റെ ING ഫോമാണ്. വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്ത പ്രവൃത്തി, നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ ഒപ്പം ING യൂസ് ചെയ്യണം. അപ്പം നമുക്ക് ആകെ ആലോചിച്ച് വെക്കാൻ എന്താ ഉള്ളത്? വാസ് വരെ ഒരാളാവുമ്പോൾ, വേറെ വരെ ഒന്നിൽ കൂടുതലാവുമ്പോൾ, പിന്നെ വേർബിൻ്റെ ING ഫോം. പക്ഷേ യു വരുമ്പോൾ ഇവിടെ വേറാണ് വരാന്ന് മാത്രം നമ്മൾ ആലോചിച്ച് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ആലോചിച്ച് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു നോക്കിയാലോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസുകളിൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പം ഞാൻ പറയാണ് ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? ഞാനാണ്. അപ്പം ഞാൻ എന്ന് പറയാൻ നമ്മൾ എന്താ പറയുക? ഐ പറഞ്ഞു. ഇനി നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? വാസ് ആണോ വേറാണോ? ഇവിടെ ഒരാളെ കുറിച്ചാണ് പറയണേ. അപ്പോൾ വാസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഇവിടുത്തെ പ്രവൃത്തി എന്താ? സ്ലീപ്പാണ്. അതായത് ഉറങ്ങുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? സ്ലീപ്പാണ്. അതിൻ്റെ ഒപ്പം ING എഴുതാം. അപ്പം എന്താ നമ്മൾ എഴുതിയത്? ഐ വാസ് സ്ലീപ്പിംഗ്. ഇനി അവൾ നൃത്തം ചെയ്യുകയായിരുന്നു. എങ്ങനെയാ പറയാ? അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? അവളാണ്. അപ്പം ഷീ എഴുതി, പിന്നെ വാസ് എഴുതി, പിന്നെ അവൾ എന്താ ചെയ്യണേ? ഡാൻസ് ചെയ്യാണ്. അപ്പം ഡാൻസ് എഴുതിയിട്ട് അതിൻ്റെ ING എഴുതാം. അപ്പം എന്തായത്? ഷീ വാസ് ഡാൻസിങ്. ഇനി അവൻ ചാടുകയായിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാ പറയാം? അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? അവനാണ്. അപ്പം നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷിൽ എഴുതാം? ഹീ ആണ്. അപ്പം ഹീ വരുമ്പോൾ വാസ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഹീ വാസ് ചാടുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ജമ്പാണ്. അപ്പം ജമ്പിൻ്റെ ഒപ്പം ING എഴുതാം. ഹീ വാസ് ജമ്പിങ് എന്ന് കിട്ടി. ഇനി നീ
കളിക്കുകയായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയാം? അപ്പം നമ്മൾ പറഞ്ഞു യു വരുമ്പോൾ നമ്മൾ വേറെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ യു എഴുതാ, വേറെ എഴുതാ. കളിക്കണതിൻ്റെ ഇംഗ്ലീഷ് എന്താ? പ്ലേ ആണ്. പ്ലേയുടെ ഒപ്പം ing എഴുതാ. അപ്പം ഇങ്ങനെ ആൻസർ കിട്ടുക യു വേ പ്ലേയിങ് എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് പറയണം അവർ എഴുതുകയായിരുന്നു എന്ന് പറയണം. അപ്പം ഇവിടെ ഒന്നിലധികം പേരെ കുറിച്ചാണ് പറയുന്നത്. അവർ എന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുക? അവർ എന്ന് പറയുമ്പോൾ ദേ ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേർ ആണ്. പിന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരുന്നു? എഴുതുകയായിരുന്നു. അപ്പം എഴുതണതിൻ്റെ ഇംഗ്ലീഷ് എന്താ? റൈറ്റ് ആണ്. അതിൻ്റെ ഒപ്പം ing എഴുതി കഴിഞ്ഞാൽ ദേ വേർ റൈറ്റിംഗ് എന്ന് കിട്ടും. ഇനി ഞങ്ങൾ കഴിക്കുകയായിരുന്നു എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. അപ്പോൾ വി വേർ ഈറ്റിംഗ്. ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേർബ് എന്താണ് വരുന്നത്? കഴിക്കുന്നതാണ്. അപ്പം ഈറ്റ് ആണ്. അപ്പം ഈറ്റിൻ്റെ ഒപ്പം നമ്മൾ ing യൂസ് ചെയ്തു. അപ്പം ഇങ്ങനെ വന്നേ വി വേർ ഈറ്റിംഗ് എന്ന് വന്നു. നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ നമുക്കൊന്ന് നെഗറ്റീവ് സെൻറ്റൻസുകളാക്കി നോക്കിയാലോ? അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഐ വാസ് സ്ലീപ്പിംഗ് എന്നാണ്. ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ എങ്ങനെയാക്കാം? ഞാൻ ഉറങ്ങുകയായിരുന്നില്ല എന്ന് പറയണം. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയുക? അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത് ഐ വാസ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ് എന്ന് പറയാം. ഈ വാസ് നോട്ടിനെ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് വാസിൻറ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ വായിക്കുക ഐ വാസിൻറ്റ് സ്ലീപ്പിംഗ്. ഇനി അവൾ നൃത്തം ചെയ്യുകയായിരുന്നില്ല എന്നിങ്ങനെ പറയാം. ഷീ വാസിൻറ്റ് ഡാൻസിങ് എന്ന് പറയാം. ഇനി അവൻ ചാടുകയായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസുകളാണ്. അതെങ്ങനെ നമ്മൾ പറയാ? ഹി വാസിൻറ്റ് ജമ്പിങ്. ഇനി അവർ എഴുതുകയായിരുന്നില്ല എന്നിങ്ങനെ നമ്മൾ പറയാം. അപ്പൊ അവർ എന്നുള്ളതിന് ദേ ആണ്. അപ്പൊ ദേ വരുമ്പോൾ വേറെ എഴുതി നമ്മൾ. ദേ വേർ നോട്ട് എന്നാണ് ശരിക്കും എഴുതുന്നത്. ദേ വേർ നോട്ട് റൈറ്റിംഗ്. അതിന് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എങ്ങനെ പറയാ? ദേ വെറിൻറ്റ് റൈറ്റിംഗ്. ഞങ്ങൾ കഴിക്കുകയായിരുന്നില്ല എന്നിങ്ങനെ പറയാ. അപ്പോൾ ഞങ്ങൾ എന്ന് പറയണതിന് നമ്മൾ വി പറഞ്ഞു. അപ്പോൾ വി വേറാണ് എഴുതേണ്ടത്, നോട്ട് എഴുതണം. ഈറ്റിംഗ് എഴുതി, വേർബ് കഴിക്കുകയാണ്. അപ്പോൾ ഈറ്റ് എഴുതി, അതിൻ്റെ ഒപ്പം ing എഴുതി, ഈറ്റിംഗ് എന്ന് എഴുതി. അപ്പോൾ ഈ വേർ നോട്ടിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് വേറിൻറ്റ് ആക്കി. അപ്പോൾ വി വേറിൻറ്റ് ഈറ്റിംഗ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കിയാലോ? അതായത് ഇപ്പം ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഐ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ എങ്ങനെയാ അത് ചോദിക്കുക? അപ്പോൾ ഐ വാസ് സ്ലീപ്പിങ്ങിനെ നമ്മൾ വാസ് ആദ്യം എഴുതാം, ഐ സെക്കൻഡ് എഴുതാം. അതായത് ഐ വാസിന് മറിച്ചിടാം. അപ്പോൾ വാസ് ഐ സ്ലീപ്പിംഗ് എന്ന് ചോദിക്കാം. ഇനി അവൾ നൃത്തം ചെയ്യുകയായിരുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതിയത്? ഷീ വാസ് ഡാൻസിങ് എന്ന് എഴുതി. അവൾ നൃത്തം ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ വാസ് ഷീ ഡാൻസിങ് എന്ന് ചോദിക്കാം. അവൻ ചാടുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹി വാസ് ജമ്പിങ് എന്ന് പറഞ്ഞു. അവൻ ചാടുകയായിരുന്നു എന്ന് ചോദിക്കാൻ വാസ് ഹി ജമ്പിങ് എന്ന് ചോദിച്ചു. നീ കളിക്കുകയായിരുന്നു എന്നിങ്ങനെ നമ്മൾ പറഞ്ഞത്? യു വേർ പ്ലേയിങ്. നീ കളിക്കുകയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക. അപ്പൊ യു വേറിനെ മറിച്ചിടുക. അപ്പോൾ വേർ യു പ്ലേയിങ് എന്ന് ചോദിക്കാം. ഇനി അവർ എഴുതുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു ദേ വേർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ അവർ എഴുതുകയായിരുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ എങ്ങനെ പറയാ? വേർ ദേ റൈറ്റിംഗ് എന്ന് ചോദിക്കാം. ഞങ്ങൾ കഴിക്കുകയായിരുന്നു എന്നെങ്ങനെ നമ്മൾ പറഞ്ഞത്? വി വേർ ഈറ്റിംഗ് എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ കഴിക്കുകയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക? വേർ വി ഈറ്റിംഗ് എന്ന് ചോദിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പഠിച്ചില്ലേ? ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്താലോ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് ഞാൻ ഉറങ്ങുകയായിരുന്നില്ല എന്നിങ്ങനെ നമ്മൾ പറഞ്ഞത് ഐ വാസൻറ്റ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു. ഇനി ഇതേ സെൻറ്റൻസ് എനിക്ക് പറയേണ്ടത് ഞാൻ ഉറങ്ങുകയായിരുന്നില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? അപ്പം ഐ വാസൻ സ്ലീപ്പിംഗ് എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസിൻറ്റ് ഐ സ്ലീപ്പിംഗ് എന്ന് ചോദിക്കാം. ഐ വാസിൻറ്റിനെ മറിച്ചിടാം. അപ്പോൾ വാസിൻറ്റ് ഐ സ്ലീപ്പിംഗ് എന്ന് പറയാം. ഇനി അവൾ നൃത്തം ചെയ്യുകയായിരുന്നില്ല എന്നിങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഷീ വാസിൻറ്റ് ഡാൻസിങ് എന്ന് പറഞ്ഞു. ഇനി അവൾ നൃത്തം ചെയ്യുകയായിരുന്നില്ലേ എന്നിങ്ങനെ നമ്മൾ ചോദിക്കുക? വാസിൻറ്റ് ഷീ ഡാൻസിങ് എന്ന് ചോദിക്കാം. ഇനി നമുക്ക് പറയണം നീ കളിക്കുകയായിരുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞ? യു വേറിൻറ്റ് പ്ലേയിങ് എന്ന് പറഞ്ഞു. നീ കളിക്കുകയായിരുന്നില്ലേ എന്നിങ്ങനെ നമ്മളപ്പോൾ ചോദിക്കുക? വേറിൻറ്റ് യു പ്ലേയിങ് എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ കഴിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ നമ്മൾ പറഞ്ഞത്? വി വേറിൻറ്റ് ഈറ്റിംഗ് എന്ന് പറഞ്ഞു. ഇനി ഇതേ സെൻറ്റൻസ് ഞങ്ങൾ കഴിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ നമ്മൾ എങ്ങനെ പറയാ? വേറിൻറ്റ് വി ഈറ്റിംഗ് എന്നാ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നടക്കുകയായിരുന്നു. എങ്ങനെയാണ് നമ്മൾ പറയാ? അപ്പോൾ അവൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഷീ ആണ്. അപ്പോൾ ഷീ വാസ് വാക്കിംഗ്. ഇനി
അവൾ നടക്കുകയായിരുന്നില്ല എന്നിങ്ങനെ നമ്മൾ പറയും. അതുപോലെ തന്നെ അവൾ നടക്കുകയായിരുന്നു എന്നിങ്ങനെ പറയും. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അവൾ നടക്കുകയായിരുന്നില്ലേ എന്നെങ്ങനെ നമ്മൾ ചോദിക്കും? ആൻസർ അറിയാന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ വാസും വെയറും വെച്ച് സെന്റൻസ് ഫോം ചെയ്യുക, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുക, നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.